ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം തൈരും കത്തിരിക്കയും മാത്രം മതി ഇതുപോലൊരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെയധികം ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാനും വളരെയധികം സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കത്തിരിക്ക ഫുള്ളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണാണ്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇനി ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കത്തിരിക്കയിൽ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന രൂപത്തിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ കത്തിരിക്കയിൽ ഫുള്ളായിട്ടും ഞാൻ ഈ അരപ്പെല്ലാം കൂടെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഞാനിവിടെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കത്തിരിക്ക ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ കൂടി പോകരുത്. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണയെല്ലാം നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കത്തിരിക്ക ഞാൻ ഓരോന്നായിട്ട് പിറക്കി വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കത്തിരിക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ സ്പൂൺ കൊണ്ടിട്ട് കത്തിരിക്കയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കത്തിരിക്ക വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ എനിക്ക് ഈ കത്തിരിക്ക ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട തൈരാണ് ആവശ്യം. കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇനി ജാറിനകത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിനായിട്ട് 3 സ്പൂൺ അളവിൽ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി തൈര് നമുക്ക് ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തൈരൊന്ന് ലൂസായി കിട്ടട്ടെ. ഇനി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് അതിനകത്തോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ നെടുകെ ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കാം. അതിനകത്തോട്ട് തൈരൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചമുളക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി പച്ചമുളകിൻ്റെ നിറം ഒന്ന് മാറി വരട്ടെ. ഇനി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ ജാറിനകത്ത് അടിച്ചു വെച്ചിരുന്ന തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഞാനിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൈര് തിളച്ചു പോകാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചട്ടിയുടെ ചൂട് തട്ടിയിട്ട് തയ്യാറായി കിട്ടിക്കോളും. പ്രത്യേകിച്ച് പൊടികളൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കത്തിരിക്ക നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം ഉണ്ടാകും. അപ്പം തൈരിൽ സ്വല്പം ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കത്തിരിക്ക തൈരിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈരും കത്തിരിക്കയും ചേർത്ത കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. നല്ല കിടിലൻ രുചിയിൽ തൈര് കത്തിരിക്ക ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കത്തിരിക്കയിൽ തൈരിൻ്റെ പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് കൂട്ടാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.